ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആഴത്തിലുള്ള മുറിവുകൾ സുഖപ്പെടുത്തൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 1:13 ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. പ്രായമായ സെക്കരിയാവിനെ ദൂതൻ എത്ര മാന്യമായി അഭിവാദ്യം ചെയ്യുന്നു എന്ന് നോക്കൂ. അഹരോന്റെ വംശത്തിലെ ഒരു പുരോഹിതനായിരുന്നു സെക്കരിയാവ്. അക്കാലത്ത് വൈദികരെ 24 ഗ്രൂപ്പുകളായി തിരിച്ചിരുന്നു. ഓരോ ഗ്രൂപ്പിനും വർഷത്തിൽ 2 ആഴ്ച ദൈവസന്നിധിയിൽ സേവിക്കാനുള്ള പദവി ഉണ്ടായിരിക്കും. അവരുടെ ശുശ്രൂഷ വർഷത്തിൽ 2 ആഴ്ച മാത്രമായിരിക്കും. അതിവിശുദ്ധ സ്ഥലത്ത് ആരാണ് പ്രവേശിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ അവർ നറുക്കെടുക്കും. ആ വ്യക്തിക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. ആ സന്ദർഭത്തിൽ നറുക്ക് വീണത് വൃദ്ധനായ സെക്കരിയാവിനായിരുന്നു. സെക്കരിയാവിന്റെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. കർത്താവ് തനിക്കൊരു കുഞ്ഞിനെ നൽകിയില്ല. ലൂക്കോസ് 1:6 നാം ഇത് വായിക്കുന്നു. സെക്കരിയാവും അവന്റെ ഭാര്യയും ദൈവമുൻപാകെ നീതിയുള്ളവരും കർത്താവിന്റെ എല്ലാ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് നടന്നു എന്ന്. അവർ കർത്താവിനോട് വിശ്വസ്തരായിരുന്നിട്ടും കർത്താവ് അവർക്കൊരു കുഞ്ഞിനെ അനുഗ്രഹിക്കാതെ ഭാര്യയെ വന്ധ്യയായ സ്ത്രീയായി നിലനിർത്തിയതിൽ അവർ വേദനിച്ചു. ആ ദിവസം ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേറ്റ സെക്കരിയാവിന്റെ മുൻപാകെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സെക്കരിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും എന്ന്. ഇത് ലൂക്കോസ് 1:13-15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൂതൻ ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ സെക്കരിയാവിന് വിശ്വസിക്കാനായില്ല. ആഴത്തിലുള്ള മുറിവിന്റെ നിമിത്തമായിരുന്നു അത്. വാഗ്ദത്തം ഉടനടി ഗ്രഹിക്കാനും അതിനായി ദൈവത്തെ സ്തുതിക്കാനും അവന് കഴിഞ്ഞില്ല. വർഷങ്ങളോളം അവൻ ഉത്തരം കിട്ടാതെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവൻ ചെയ്തപ്പോൾ അത് അവന്റെ വിശ്വാസത്തിന് അപ്പുറമായിരുന്നു. യേശു തങ്ങളുടെ രാജാവായി ഇസ്രയേലിൽ വാഴുമെന്നും അവരും അവനോടൊപ്പം വാഴുമെന്നും യേശുവിന്റെ ശിഷ്യന്മാർ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചു. എന്നാൽ കർത്താവായ യേശു ക്രൂശിൽ തറയ്ക്കപ്പെടാൻ സ്വയം സമർപ്പിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നു. അവരുടെ എല്ലാ പ്രതീക്ഷകളും പാഴായതുപോലെ. എന്നാൽ മരിച്ച യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷനായി. ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ മുറിവുകളെല്ലാം സുഖപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യുക. നിങ്ങളുടെ ആഴത്തിലുള്ള മുറിവുകളെല്ലാം അവൻ സുഖപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യിരെമ്യാവ് 30:17 അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 35-36 അധ്യായങ്ങൾ, വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 25 അധ്യായം. ആമേൻ.